ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഒരു ഇഡ്ഡലി കുട്ടുവത്തിൽ കുറച്ച് നല്ലതാണ് ഇതുപോലെ വയലറ്റ് നിറമുള്ള വഴുതനങ്ങ ഉണ്ടല്ലോ, അതായത് കത്തിരിക്ക, അതും ഒരു 2 തക്കാളിയും പിന്നെ കുറച്ച് വറ്റൽമുളകും പിന്നെ കുറച്ച് വെളുത്തുള്ളി അല്ലിയും കൂടെ ചേർത്ത് ഇതൊന്ന് സ്റ്റീം ചെയ്ത് നോക്കിയേ, നല്ല അടിപൊളി ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാം. ചോറിന് അത് മാത്രം മതിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇഡ്ഡലി കുട്ടുവത്തിൽ ആദ്യം കുറച്ച് വെള്ളമൊക്കെ നിറച്ച് ഇതുപോലെ ഒരു ഇഡ്ഡലി തട്ടുന്ന എടുത്ത് വെച്ചിട്ട് ഇനി അതിലേക്ക് ഒരു 2 പഴുത്ത തക്കാളിയും ഇനി ഒരു നമ്മുടെ എരിവിനനുസരിച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. ഒരു 4-5 ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ കുറച്ച് വെളുത്തുള്ളി അല്ലിയാണ് കേട്ടോ. അപ്പോൾ കുറച്ചധികം എടുത്തിട്ടുണ്ട്, ഒരു 10-15ഓളം അല്ലി എടുത്തിട്ടുണ്ട്. അത് ഒരു കുഴിക്കകത്ത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത് നമ്മുടെ കത്തിരിക്ക, ഒരു 2 ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുത്താൽ മതി, എങ്കിലേ നമുക്ക് അകത്ത് വല്ല പുഴുവൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ മുറിക്കുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ ആ ഭാഗം കട്ട് ചെയ്തിട്ട് ബാക്കി ഭാഗം എടുത്താൽ മതി. അപ്പം ഞാനൊരു 2 വഴുതനങ്ങയെന്നും കത്തിരിക്കയെന്നൊക്കെ ഇതിന് പറയും കേട്ടോ നമ്മുടെ ഇവിടെ. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് മുറിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഇഡ്ഡലി തട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് നല്ല പോലെ ഒന്ന് ആവി കയറ്റി എടുക്കാം. ഒരു 15 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുത്താൽ മതിയാവേ. അപ്പോൾ ഞാനിത് അടുപ്പത്തേക്ക് ഒന്ന് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ദാണ്ട് 15 മിനിറ്റിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് കേട്ടോ. നല്ലപോലെ ഒന്ന് തണുത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകം കണ്ടോ, തക്കാളിയുടെയൊക്കെ തൊലി ഇതുപോലെ ഒന്ന് ഇളകി വരണം. ഈ ഒരു പാകമാണ് വേവേണ്ടത്. ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളൊന്ന് എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് നമ്മളിവിടെ വേവിച്ചെടുത്ത കത്തിരിക്ക ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. കത്തിരിക്കയുടെ തൊലി വേണമെങ്കിൽ കളയാട്ടോ, ഞാനിവിടെ കളയുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച തക്കാളി ഉണ്ടല്ലോ, അതിൻ്റെ തൊലി കളഞ്ഞിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൽമുളക്, നമ്മൾ വേവിച്ചെടുത്ത വറ്റൽമുളക് ചേർക്കാം. അതുപോലെ ഇനി നമ്മൾ വേവിച്ചെടുത്ത വെളുത്തുള്ളി അല്ലിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതെല്ലാം കൂടെ നമുക്ക് നല്ല പോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കണം, നല്ല പോലെ ഉടച്ചെടുക്കണം. അപ്പോൾ ഒരു പൊട്ടറ്റോ സ്മാഷർ ഉണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ ഈ നമ്മുടെ ഏതെങ്കിലും ഒരു ഗ്ലാസിൻ്റെ ചുവട് വെച്ചോ അങ്ങനെ നല്ല പോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. എന്തുവാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഈ മുളക് അങ്ങനെ അധികം ഉടഞ്ഞ് കിട്ടില്ല കേട്ടോ, കാര്യം നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തത് കൊണ്ട് തന്നെ. നമ്മൾ വറുത്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ നമുക്കിത് എണ്ണയിൽ ഒന്ന് വേവിച്ച് അങ്ങനെ വേവിച്ചും എടുക്കാം കേട്ടോ. ഞാനിപ്പം എണ്ണ പൊതുവേ കുറയ്ക്കുന്നതുകൊണ്ട് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉടച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം ഓയിൽ ചേർത്താൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എണ്ണയിൽ മറ്റേ ഐറ്റംസ് ഒക്കെ വേവിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എണ്ണയുടെ ആവശ്യമുണ്ട്. ഇതാകുമ്പോൾ എണ്ണയുടെ അളവ് കുറയ്ക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയ ജീരകമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു 3/4 ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കുവേ ഇതിലേക്ക് സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സവാളേൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും ചേർത്ത് ഈ സവാളയൊക്കെ നല്ല പോലെ വെന്ത് കിട്ടണം, അതുവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. നല്ലൊരു ടേസ്റ്റ് ഉള്ളൊരു സംഭവമാണ് കേട്ടോ ഇത്. സത്യം പറഞ്ഞാൽ നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒരു കറികളും വേണമെന്നില്ല, ഇത് മാത്രം വെച്ച് കഴിക്കാം. ഇത് പിന്നെ ചോറിൻ്റെ കൂടെ അല്ല, ചപ്പാത്തിയുടെ കൂടെയും ദോശൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ, ഇതിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ. അപ്പോൾ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജാണ് കേട്ടോ. ഇതുപോലെ ചെറുതായിട്ട് നിറമൊക്കെ ഒന്ന് മാറി വരുന്ന ആ ഒരു സ്റ്റേജ് വരെയും ഒന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമ്മളിവിടെ ഉടച്ച് വെച്ചേക്കുന്ന വഴുതനങ്ങേൻ്റെയൊക്കെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ദാണ്ടെ ഞാൻ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്നങ്ങ് നല്ല പോലെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം 1 ടീസ്പൂണൊക്കെ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് കേട്ടോ. അതും ചേർത്തിട്ട് ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ ചേർക്കുന്നുണ്ട്. പുളിയും കൂടെ ഉണ്ടെങ്കിൽ ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ പുളി വേണമെങ്കിൽ നിങ്ങളിത് ആവി കയറ്റിയെടുത്ത സമയത്ത് പുളിയും കൂടെ വെച്ച് ആവി കയറ്റിയെടുക്കാം. അല്ലെങ്കിൽ കുറച്ച് പുളിവെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊന്നുമല്ല, നേരെ പുളി കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കുരു ഇല്ലാത്ത ഭാഗം നോക്കി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി എടുക്കാം.
നല്ല പോലെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ചോറ് കഴിക്കാൻ പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കാൻ സമയമില്ലാത്തപ്പോഴോ അല്ലെങ്കിൽ മടിയുള്ളപ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇതൊക്കെ ആവിയിൽ വെച്ചങ്ങോട്ട് പുഴുങ്ങി ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ തീരാവുന്നതേ ഉള്ളൂ. ദാണ്ടേ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണ്. വഴുതനങ്ങ വെച്ചൊക്കെ ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.